വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഈ സെഷൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഇലക്ട്രോൺ ഹാസ് എ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 1.6 × 10⁻⁻, ഇത് റേസ് ടു ആണ് കേട്ടോ, 10⁻⁻, 1.6 × 10⁻+18 കൂളം. സെക്കൻഡ് ഓപ്ഷൻ 1.6 × 10⁻⁻16 കൂളം. തേർഡ് ഓപ്ഷൻ 1.6 × 10⁻⁻18 കൂളം. ഫോർത്ത് ഓപ്ഷൻ 1.6 × 10⁻⁻19 കൂളം. ഇതിലേതാണ് ആൻസർ? ഒരു ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം 1.6 × 10⁻⁻19 കൂളമാണ്. ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് എന്ന് മെൻഷൻ ചെയ്തിട്ട് വാല്യൂ മാത്രം കൊടുക്കും. ചില സമയത്ത് വാല്യൂ ഈ നെഗറ്റീവ് ചാർജ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? -1.6 × 10⁻⁻19 കൂളമാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നുള്ളത് അറിയുക. ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. ഇലക്ട്രോണിൻ്റെ അതേ ചാർജുള്ള പോസിറ്റീവ് കോമ്പണൻ്റ് ആണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ന്യൂട്രോൺ ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഡാഷ്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ആറ്റത്തിലാണ് ന്യൂട്രോൺസ് ഇല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോമിയം, ഹൈഡ്രജൻ, കാർബൺ, മഗ്നീഷ്യം. ഈ തന്നിട്ടുള്ളതിൽ ആർക്കാണ് ന്യൂട്രോൺ ഇല്ലാത്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് ഈ തന്നിട്ടുള്ളതിൽ ന്യൂട്രോൺസ് ഇല്ലാത്തത്. ഓക്കെ, സോ ഹൈഡ്രജനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1H1 എന്നാണ്. മുകളിലത്തെ 1 കാണിക്കുന്നത് ഹൈഡ്രജൻ്റെ മാസ് നമ്പറിനെയാണ്. താഴത്തെ 1 കാണിക്കുന്നത് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറിനെയാണ്. ഓക്കെ, ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഹൈഡ്രജനിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്നുള്ളത് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെയും ടോട്ടൽ നമ്പറിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. ഓക്കെ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ നമ്പറിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ ഇവിടെ എന്തായാലും 1 ഉണ്ട്. പിന്നെ ന്യൂട്രോൺ ഇല്ല അല്ലേ? ന്യൂട്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കൂടി ഇവിടെ ആഡ് ആയേനെ. അപ്പോൾ ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റം പീരിയോഡിക് ടേബിളിലുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഇനി ഹൈഡ്രജനെ പറ്റി പറയുമ്പോൾ ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളുണ്ട്. ആദ്യത്തേതാണ് 1H1, രണ്ടാമത്തേത് 2H1, മൂന്നാമത്തേത് 3H1. 1H1ൻ്റെ മറ്റൊരു പേരാണ് പ്രൊട്ടിയം. ഹൈഡ്രജൻ്റെ ഒരു 99% വരുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഏറ്റവും കൂടുതലുള്ള ഐസോട്ടോപ്പാണിത്. രണ്ടാമത്തേതാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിൻ്റെ കേസ് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രോട്ടോണും ഉണ്ട്, ഒരു ന്യൂട്രോണും ഉണ്ട്. ഡ്യൂട്ടീരിയത്തിന് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ അറ്റോമിക് നമ്പർ 1 ആണ്, പക്ഷെ മാസ് നമ്പർ വരുമ്പോൾ എന്ത് വരും? 2 വരും. ഓക്കെ, ഇനി ഈ ഡ്യൂട്ടീരിയം തന്നെയാണ് ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത്. ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഡ്യൂട്ടീരിയം തന്നെയാണ്. ഡ്യൂട്ടീരിയം ഈസ് ഓൾസോ നോൺ ആസ് ഹെവി ഹൈഡ്രജൻ. ഇനി മൂന്നാമത്തേതാണ് 3H1 അല്ലെങ്കിൽ ട്രിഷ്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോട്ടോൺ ആണുള്ളത്, പക്ഷേ 2 ന്യൂട്രോൺ ഉണ്ട്. 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ട്രിഷ്യമാണ്. ട്രിഷ്യമാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രിഷ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു. എന്താണ് ഐസോട്ടോപ്പ്? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുമുള്ള ആൾക്കാർ. സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോട്ടോപ്പ് എന്ന് വിളിക്കുക. അതായത് ഐസോട്ടോപ്പുകളുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആയിരിക്കും. സെയിം അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ഒരേ ആൾ തന്നെയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ
1h1 2h1 3h1 മൂന്നും എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷെ അതിലെ ന്യൂട്രോണിന്റെ നമ്പറിൽ അല്ലെങ്കിൽ മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നു. കാർബണിന്റെ ഫേമസ് ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് കാർബൺ 12. അതുപോലെ തന്നെ കാർബണിന്റെ കാർബൺ 14 എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ് ഉണ്ട്. ഈ കാർബൺ 14 ആണ് നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 14 ആണ്. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കാർബൺ 14 ആണ്. കോമൺലി കണ്ടുവരുന്ന ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 12 ആണ്. അപ്പോൾ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഐസോട്ടോപ്പുകൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പീരിയോഡിക് ടേബിളിനെ പറ്റി കൂടെ ഒന്ന് പഠിച്ചാലോ? അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എലമെൻസിനെ, നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള 118 എലമെൻസിനെ അവരുടെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് പീരിയോഡിക് ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. 118 എലമെൻസിനെയും അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ പീരിയോഡിക് ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ മൊത്തം 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമാണ് ഉള്ളത്. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമായിട്ടാണ് പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 18 ഗ്രൂപ്പിനെയും 7 പിരീഡിനെയും ചേർത്ത് 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്, പി, ഡി, അതുപോലെ എഫ് എന്ന് പറയുന്ന 4 ബ്ലോക്ക്. 118 എലമെൻറ്റ്സ് അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 18 ഗ്രൂപ്പ്, 7 പിരീഡ്, 4 ബ്ലോക്കുകൾ. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പീരിയോഡിക് ടേബിളിന് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം, മുകളിൽ നിന്ന് താഴോട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2. ഈ 2 ഗ്രൂപ്പുകളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക്. 2 ഗ്രൂപ്പുകളെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, അത് കഴിഞ്ഞ് നടുക്ക് വരുന്ന ആൾക്കാർ 3 മുതൽ അങ്ങോട്ടേക്ക് വരുന്ന ഗ്രൂപ്പുകൾ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുണ്ട്. 1ഉം 2ഉം ഗ്രൂപ്പ് ഇവിടെ വരും, അവരെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഇവിടെ വരും, അവരെ ഡി ബ്ലോക്ക് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മളിവരെ ട്രാൻസിഷൻ മെറ്റൽസ് എന്നും വിളിക്കാറുണ്ട്. ട്രാൻസിഷൻ മെറ്റൽസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് 13 മുതൽ 18 വരെ വരുന്ന 5 ഗ്രൂപ്പുകൾ, ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് പി ബ്ലോക്ക്. പി ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും 3 സ്റ്റേറ്റിലും എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി ബ്ലോക്കാണ്. പി ബ്ലോക്കിൽ സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും 3 സ്റ്റേറ്റിലുമുള്ള എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോർഷൻ മാറ്റി വെച്ചിരിക്കുന്നത് കാണാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എഫ് ബ്ലോക്ക് എന്നാണ്. എഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ഡി ബ്ലോക്കിന് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിച്ചതുപോലെ എഫ് ബ്ലോക്കിന് വിളിക്കുന്ന മറ്റൊരു പേര് ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിൽ തന്നെ മുകളിലത്തെ ഇവിടെ 2 പീരീഡുകളല്ലേ. ആദ്യത്തെ പീരീഡിനെ നമ്മൾ എന്ത് വിളിക്കും? ലാന്തനൈഡ്സ് എന്ന് വിളിക്കും. ലാന്തനൈഡ്സ് എന്ന് വിളിക്കും. രണ്ടാമത്തെ പീരീഡിനെ നമ്മൾ ആക്റ്റിനൈഡ്സ് എന്ന് വിളിക്കും. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. മൊത്തം 118 എലമെൻസിനെയാണ് ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 18 ഗ്രൂപ്പ്, 7 പീരീഡ്, 4 ബ്ലോക്ക്. ഇനി അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആദ്യത്തെ 2 ഗ്രൂപ്പുകളെ ഒന്നിച്ച് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ഒന്നിച്ച് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിക്കും. അതിന് മറ്റൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ്. അത് കഴിഞ്ഞ് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സിനെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കും. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ബ്ലോക്കിലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിന്റെ മറ്റൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 റോ ആയിട്ടാണ് അല്ലെങ്കിൽ 2 പീരീഡുകളായിട്ടാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർ സെപ്പറേറ്റ് പീരീഡ് അല്ല, ഇവിടെ നിന്ന് വരുന്ന എക്സ്റ്റൻഷൻസ് ആണ്. ഇവിടെ നിന്ന് വരുന്ന ഡി ബ്ലോക്കിൽ നിന്നുള്ള എക്സ്റ്റൻഷൻസ് ആയിട്ടാണ് എഫ് ബ്ലോക്കിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ നിന്ന് അവരെ മാറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. ഫസ്റ്റ് ബ്ലോക്കിലുള്ളവരെ നമ്മൾ ലാന്തനൈറ്റ്സ് എന്ന് വിളിക്കും. ഫസ്റ്റ് ബ്ലോക്ക് അല്ല, ഫസ്റ്റ് പീരീഡിൽ ഫസ്റ്റ് റോയിലുള്ള ആൾക്കാരെ നമ്മൾ ലാന്തനൈറ്റ്സ് എന്ന് വിളിക്കും. സെക്കൻഡ് റോയിലുള്ള ആൾക്കാരെ നമ്മൾ ആക്ടിനൈറ്റ്സ് എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നമ്മൾ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ റെയർ ഗ്യാസസ് എന്ന് വിളിക്കും. ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ റെയർ ഗ്യാസസ് എന്നാണ് 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോട്ടോൺ ഹാവ് ഡാഷ് പോസിറ്റീവ് ചാർജ്. പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞോളൂ. നേരത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺസിൻ്റെ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിച്ച ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് പറഞ്ഞോളൂ. അല്ലേ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻⁻⁻19 കൂളമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് പക്ഷേ സെയിം മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ചാർജാണ് ആർക്കുള്ളത്? പ്രോട്ടോൺസിനുള്ളത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1.6 × 10⁻⁻19 കൂളമാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നും നമ്മൾ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ക്രിയേറ്റ് ചെയ്തോ അതോ ഫാബ്രിക്കേറ്റ് ചെയ്തതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. എല്ലാം തന്നെ എക്സ്ക്ലൂസീവ്ലി റെയിൽവേ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? പറഞ്ഞേ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് റൂദർഫോർഡ് ആണ്. ഏൺസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം നടത്തിയ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്സ് വഴി പ്രോട്ടോൺസിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസ്. അദ്ദേഹം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ക്ലിയർ ആയിട്ട് ആറ്റത്തിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. ആറ്റത്തിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അവിടെ ഒരു ഹെവി പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് കഴിഞ്ഞ് ആറ്റത്തിൻ്റെ ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് നെഗ്ലിജിബിൾ ആണ്. ദ സൈസ് ഓഫ് എ ന്യൂക്ലിയസ് ഇസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് എൻ ആറ്റം. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ അറ്റോമിക് മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഡ്രോബാക്ക് വന്നത് അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എന്ത് പറ്റിയില്ല? ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് കഴിഞ്ഞ് വരുന്ന ആളാണ് നീൽസ് ബോർ. അദ്ദേഹത്തിൻ്റെ ഏകദേശം സെയിം തിയറിയാണ് പറഞ്ഞത്. നീൽസ് ബോറിൻ്റെ അറ്റോമിക് തിയറിയെ നമ്മൾ പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കും. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. എന്നാലും പറയാം, പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കും. ഇലക്ട്രോൺസ് ജസ്റ്റ് നമ്മുടെ പ്രോട്ടോണിന് ചുറ്റും കറങ്ങുകയല്ല, അവരൊരു ഫിക്സഡ് പാത്തിൽ കൂടെയാണ്, ഫിക്സഡ് സർക്കുലർ പാത്തിൽ കൂടെയാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. ഈ ഫിക്സഡ് സർക്കുലർ പാത്തിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ഓർബിറ്റുകൾ എന്ന് വിളിച്ചു. ഓർബിറ്റ്സ് എന്ന് വിളിച്ചു.
ഓക്കെ, ജെ തോംസൺ എന്ന് പറയുമ്പോൾ കാത്തോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്തത് ജെ തോംസൺ ആണ്. കാത്തോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിന്റെ ഡിസ്കവറി നടത്തുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ തോംസൺ ആണ്. ഈ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ആണ് അൾട്ടിമേറ്റ്ലി ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കാഥോഡ് റേ എക്സ്പെരിമെന്റ്, ഇലക്ട്രോൺ ഡിസ്കവറി രണ്ടും ജെ തോംസണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ, പ്ലം പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ ഓഫ് ആറ്റം പ്രൊഡിക്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാലും ജെ തോംസൺ ആണ്. അടുത്ത ചാഡ്വിക്ക് എന്ന് പറയുന്നത് ന്യൂട്രോൺസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്ത ആളാണ് ചാഡ്വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹു വാസ് ദ ഫസ്റ്റ് യൂസ് കാത്തോഡ് റേ? ആദ്യമായിട്ട് കാത്തോഡ് റേ ഉപയോഗിച്ചത് ആരാണ്? ഏൺസ്റ്റ് റൂദർഫോർഡ്, ജോൺ ഡാൾട്ടൺ, ജെ തോംസൺ, ഗോൾഡ്സ്റ്റീൻ. പറഞ്ഞ കാത്തോഡ് റേ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഇത്ര നേരത്തെ ക്ലാസ് കംഫർട്ടബിൾ ആയിട്ട് കേട്ടൊരാൾക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ കാഥോഡ് റേ യൂസ് ചെയ്ത എക്സ്പെരിമെൻ്റ് നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെ തോംസൺ ആണ്. ജെ തോംസൺ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഡാൾട്ടൺ എന്ന് പറയുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ കാര്യത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതിലേക്ക് നമുക്ക് വരാം. റൂദർഫോർഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗോൾഡ്സ്റ്റീൻ ആരാണ്? പ്രോട്ടോൺസിൻ്റെ പ്രസൻസ്, പ്രോട്ടോൺസ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ പ്രസൻസ് ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ്സ്റ്റീൻ ആണ്. ഓക്കെ, പ്രോട്ടോൺസിനെ ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോൾഡ്സ്റ്റീൻ ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഗോൾഡ്സ്റ്റീൻ നമ്മുടെ പ്രോട്ടോൺസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് റൂദർഫോർഡ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നതും ഇതിനെ ഒന്നും കൂടെ എന്താ പറയുക മോഡിഫൈ ചെയ്ത് സംസാരിക്കുന്നതും. ഓക്കെ, ഓപ്ഷനിൽ ഒരിക്കലും രണ്ട് ആൻസർ ഒന്നിച്ച് കാണില്ല. ഏറ്റവും ആദ്യം ഈ പ്രോട്ടോൺസിൻ്റെ പ്രസൻസിനെ പറ്റി പറയുന്നത് ഗോൾഡ്സ്റ്റീൻ ആണ്. റൂദർഫോർഡ് അതിന് ശേഷമാണ് പ്രോട്ടോൺസിനെ പറ്റിയിട്ട് പറയണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ഒന്ന് നോക്കാം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ ആദ്യമായിട്ട് പറയുന്നത് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ഓക്കെ, ആദ്യം അദ്ദേഹം പറഞ്ഞു മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്, വിച്ച് ആർ നോൺ ആസ് ആറ്റംസ്. ഓക്കെ, എല്ലാ എലമെൻറ്റ്സും അല്ലെങ്കിൽ എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഐഡൻറ്റിക്കൽ. എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ ആറ്റംസ് എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഐഡൻറ്റിക്കൽ. ഒരു എലമെൻറ്റിൻ്റെ ആറ്റംസ് എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കുമെന്നാണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ്, സൈസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഒരു എലമെൻറ്റിൻ്റെ ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ്,
സൈസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ പറഞ്ഞത് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് ആറ്റംസ് യോജിച്ചിട്ടാണ് അല്ലേ. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ the combination of atoms combine ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ സമയത്ത് ഒന്നുമില്ല അല്ലേ, ആറ്റത്തിനെ പറ്റി ഒന്നും അറിയാത്ത സമയത്താണ് ഏറ്റവും ആദ്യത്തെ ആറ്റത്തിനെ പറ്റിയുള്ള ഡിസ്കവറീസിൽ ഒന്നാണ് നമ്മുടെ ഡോൾട്ടൻ്റെ ഡിസ്കവറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ പ്രോട്ടോൺസ് വരും, ഇലക്ട്രോൺസ് വരും, ന്യൂട്രോൺസ് വരും. ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് ആണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. അപ്പോൾ ഇങ്ങനെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റംസ് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് ആറ്റംസ് ഇൻഡിവിസിബിൾ ആണെന്നാണ്. പക്ഷെ എന്താണ്, അൾട്ടിമേറ്റ്ലി ആറ്റംസ് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്, ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഒക്കെ കൊണ്ടാണെങ്കിൽ ഇതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കുറേ ചുടുകട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോ ചുടുകട്ടയും ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആറ്റംസ് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും ഐഡൻറ്റിക്കൽ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആറ്റത്തിനെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയാം. ഐസോടോപ്പുകളുടെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു വേണ്ടി പറയാൻ പറ്റില്ല, ഐസോടോപ്സിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചതോടുകൂടി തന്നെ ഒരേ ആറ്റത്തിൻ്റെ എല്ലാ എലമെൻസും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റാതെ ആയി. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് നമ്മൾ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്? കാരണം ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സ് എടുത്ത് ചോദിക്കാറുണ്ട്. കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ വരാത്തത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡ്രോബാക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. ഇതിനുശേഷം ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ നമ്മുടെ തോംസൻ്റെ ആയാലും അല്ലെങ്കിൽ റുദർഫോർഡിൻ്റെ ആയാലും നീൽസ് ബോറിൻ്റെ ആയാലും ഒക്കെ അറ്റോമിക് തിയറി വഴി വന്നെങ്കിലും ഒന്നുമില്ലാതിരുന്നൊരു സ്ഥലത്ത് ആറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിന് ഒരു ലേ ഔട്ട് ഉണ്ടാക്കിയതും ഒക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാൾട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Rutherford atomic model does not describe the presence of nuclei, charge of atom, stability of an atom, presence of an electron. നമ്മൾ പറഞ്ഞല്ലേ, നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്താണ്? ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ് റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തത് ആരുടെ ആയിരുന്നു? നീൽസ് ബോറിൻ്റെ അറ്റോമിക് മോഡലായിരുന്നു. നീൽസ് ബോറിൻ്റെ അറ്റോമിക് മോഡലാണ് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഡിസ്കവേർഡ് ആസ് എ റിസൾട്ട് ഓഫ് റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്? റൂദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചത് എന്താണ്? ന്യൂട്രോൺ, പ്രോട്ടോൺ, ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം, ഇലക്ട്രോൺ. ഇതിലെന്താണ് റൂദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചത്? നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതാണ്. പെട്ടെന്ന് പറഞ്ഞേ, റൂദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചത് എന്താണ്? ആദ്യം ആരാ പറയുന്നത് നോക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞ ആരാ പറയുന്നത് നോക്കട്ടെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്.
നമ്മൾ റൂദർഫോർഡിൻ്റെ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ അല്ലേ നമ്മൾ എക്സ്പ്ലനേഷൻസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ന്യൂക്ലിയസ് അല്ലേ. റൂദർഫോർഡിന് തൊട്ട് മുന്നേ ഒരു ആറ്റത്തിനെ പറ്റി സംസാരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെ തോംസൺ ആണ്. ജെ തോംസൺ നടത്തുന്നത് പ്ലം പുഡിംഗ് മോഡലിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആറ്റം ഒരു പോസിറ്റീവ് സ്പിയർ ആണ്, അതിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുവാണ്. ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ബിക്കോസ് ഈ നെഗറ്റീവ് ചാർജും മൊത്തം ഈ സ്പിയറിൻ്റെ പോസിറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ട്. പക്ഷേ റൂദർഫോർഡ് ആണ് അദ്ദേഹത്തിൻ്റെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് വഴി എന്ത് പറഞ്ഞത്, ആറ്റത്തിൻ്റെ മേജർ മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലാണ്. ഈ സെൻറ്ററിന് പോസിറ്റീവ് ചാർജാണ് അല്ലേ. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും എന്ത് ചെയ്യുവാണ്, റിവോൾവ് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെ ഫിക്സഡ് പാത്തിലല്ലായിരുന്നു. ഇത് ബോറിൻ്റെ അറ്റോമിക് മോഡലാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഞാൻ പറഞ്ഞു വളരെ പോസിറ്റീവ് ചാർജ് ഉള്ള ഹെവി മാസ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്, ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ആണ്. പ്രോട്ടോണിൻ്റെ പ്രസൻസ് ആദ്യമായിട്ട് പറയുന്നത് ഗോൾഡ്സ്റ്റീൻ ആണ്. അതിനുശേഷമാണ് റൂദർഫോർഡ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഓഫ് ഫോട്ടോൺ. ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം ഇലക്ട്രോൺ ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, according to Bohr model of atom, what happens when an electron absorbs energy of photon? It stays in same orbit but oscillates rapidly. അതായത് അത് അതേ ഓർബിറ്റിൽ തന്നെ നിൽക്കുന്നു, പക്ഷേ സ്പീഡിൽ ഓസിലേറ്റ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഇറ്റ് എമിറ്റ്സ് ലൈറ്റ് എനർജി, അത് ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഗോസ് ടു ഇന്നർ ഓർബിറ്റ്, അത് അകത്തേക്കുള്ള ഓർബിറ്റുകളിലേക്ക് പോകുന്നു. ഇറ്റ് മൂവ്സ് ടു ഔട്ടർ ഓർബിറ്റ്, അത് പുറത്തേക്കുള്ള ഓർബിറ്റുകളിലേക്ക് പോകുന്നു. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ പറഞ്ഞു നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഫിക്സഡ് പാത്തിലൂടെ പോകുന്നു. ഈ ഫിക്സഡ് പാത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർബിറ്റ് അല്ലേ. ഫിക്സഡ് പാത്തിന് വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോൾ അകത്തുള്ള ഒരു ഇലക്ട്രോണിലേക്ക് എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അത് ലൈറ്റിൻ്റെ ഫോമിലോ ടെമ്പറേച്ചറിൻ്റെ ഫോമിലോ നമ്മൾ എനർജി അതിന് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരെ തൊട്ട് പുറത്തുള്ള ഓർബിറ്റിലേക്ക് പോകും. മനസ്സിലായി, നേരെ തൊട്ട് പുറത്തേക്കുള്ള ഓർബിറ്റിലേക്ക്, ഔട്ടർ ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യും. ഒരിക്കലും ഇതിന് പകുതി ദൂരം ട്രാവൽ ചെയ്ത്, അതായത് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നടുക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്താതിരിക്കാനോ പറ്റില്ല. സഫിഷ്യൻറ്റ് എനർജി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നു, തൊട്ട് പുറത്തുള്ള ഓർബിറ്റിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നു, അതിന് പുറത്തുള്ള ഓർബിറ്റിലേക്ക് പോകുന്നു. ഡിസ്ക്രീറ്റ് ഓർബിറ്റ്, ഒരു ഓർബിറ്റിൽ നിന്ന് അതിൻ്റെ പുറത്തേക്ക്, അവിടെ നിന്ന് അടുത്ത അതിൻ്റെ പുറത്തേക്ക്. ഇങ്ങനെയാണ് എനർജി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ എനർജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനർജി ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഇലക്ട്രോൺ എനർജി അക്വയർ ചെയ്ത് ഏറ്റവും പുറത്തെത്തി, അപ്പോഴേക്കും ഇതിൻ്റെ എനർജി പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ എനർജി ലൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും എന്ത് ചെയ്യും, ഇന്നർ ഓർബിറ്റിലേക്ക് വരും. ഓക്കെ, ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അതല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഒരുപാട് എനർജി കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അതിന് ഇന്നർ ഓർബിറ്റിലേക്ക് വരാനും പറ്റും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾ ഓർക്കേണ്ട കാര്യം എനർജി കൊടുക്കുന്ന സമയത്ത് ഇത് ഔട്ടർ ഓർബിറ്റിലേക്ക് പോകും. എനർജി അതിൽ നിന്ന് ലൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എനർജി കുറയുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇന്നർ ഓർബിറ്റുകളിലേക്ക് വരും. ഓക്കെ, ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഡയറക്റ്റ് പോകാനേ ഇതിന് പറ്റത്തുള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് എം ഷെൽ കണ്ടെയ്ൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് പാത്തുകളിലൂടെയാണ് ഇലക്ട്രോൺസ് പോകുന്നത്. ഇവർ നമ്മൾ ഓർബിറ്റുകളെന്ന് വിളിക്കും, ഷെല്ലുകളെന്നും വിളിക്കാറുണ്ട്. ആദ്യത്തെ ഷെല്ലിനെയാണ് കെ എന്ന് വിളിക്കുക, രണ്ടാമത്തത് എൽ, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. അപ്പോൾ ഓരോരുത്തർക്കും യഥാക്രമം 1, 2, 3, 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. കെ ഷെല്ലിൻ്റെ നമ്പർ 1 ആണ്, എല്ലിൻ്റെത് 2, എമ്മിൻ്റെത് 3, എന്നിൻ്റെത് 4. ഓരോ ഷെല്ലിനും എത്ര ഇലക്ട്രോൺസ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നത് 2n² എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ്. മാക്സിമം ഇലക്ട്രോൺസ് ഒരു ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത്
നമ്മൾ 2n² എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ്. ഇപ്പോൾ കെ ഷെല്ലിലാണെങ്കിൽ അതിൻ്റെ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ k × 1² സോറി 2 × 1² 2² സോറി 2 × 1² 2 ഇലക്ട്രോൺസ്. ഇനി എൽ ഷെല്ലിലാണെങ്കിലോ 2n² അല്ലേ, 2 × എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. എന്നിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 × 2² 2 × 4 എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺസിനെയാണ് എൽ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി എം ഷെല്ലിലേക്ക് വരുമ്പോഴോ എമ്മിലേക്ക് വരുമ്പോൾ 2 × 3² അല്ലേ, 2 × 3² അതായത് 2 × 9 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്നിലേക്ക് വരുമ്പോൾ 2 × 4² അതായത് 2 × 16 32 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ശരിക്കും ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. കെ ഷെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോൺസ്, എല്ലിലാണെന്നുണ്ടെങ്കിൽ 8, എമ്മിലാണെങ്കിലോ 18, എന്നിലാണെങ്കിൽ 32. ഇത്രയും ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഓരോ ഷെല്ലിൻ്റെയും മാറി മാറി ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ എൻ ഷെൽ. എൻ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 2n², 2 × n². എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2 × 4² 16, 32 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The number of electrons present in outermost shell is called. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസിന് പറയുന്ന പേരെന്താണ്? വാലൻസ് ആറ്റം, വാലൻസ് ഇലക്ട്രോൺ, വാലൻസ് പ്രോട്ടോൺ, വാലൻസ് നമ്പർ. നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദ എലമെന്റ് വിച്ച് ഹാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. 2, 8, 7 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആറ്റത്തിൻ്റെ പേരെന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഹീലിയം. കറക്റ്റ് ആൻസർ ഏതാന്ന് പറഞ്ഞോളൂ. പറഞ്ഞേ. 2, 8, 7 ഇലക്ട്രോൺസ്. 2, 8, 7 എന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തം 17 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഈ ആറ്റത്തിന് ചാർജ് ഒന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം ആണെന്നാണ്. ഇതിനൊരു ന്യൂട്രൽ ആറ്റം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇതൊരു ന്യൂട്രൽ ആറ്റം ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ 17 ഇലക്ട്രോൺസ് ഉള്ള ന്യൂട്രൽ ആറ്റം. ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആയിരിക്കും. ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 17 ഇലക്ട്രോൺ ആണെങ്കിൽ അതിനകത്ത് 17 പ്രോട്ടോൺസ് ആണുള്ളത്. അതായത് ഈ പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. ഇത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. ന്യൂട്രൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ എത്രയാണോ അതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ആ അറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. 17 അറ്റോമിക് നമ്പർ വരുന്നത് ക്ലോറിൻ ആണ്. 17 അറ്റോമിക് നമ്പർ വരുന്നത് ക്ലോറിൻ ആണ്. ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. കാർബൺ അറ്റോമിക് നമ്പർ പറഞ്ഞേ. കാർബൺ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പം ഒരു 30 വരെയുള്ള ആൾക്കാരുടെ അറ്റോമിക് നമ്പർ എങ്കിലും നമ്മൾ കാണാതെ പഠിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many electrons are there in outermost shell of noble gases except helium? നോബിൾ ഗ്യാസ്, ഹീലിയം ഒഴികെയുള്ള ബാക്കി നോബിൾ ഗ്യാസുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. 8 ആണ് ആൻസർ വരുന്നത്. നമുക്കറിയാം
നോബിൾ ഗ്യാസുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊരു പേരുണ്ട് ഇനേർട്ട് ഗ്യാസ്, മറ്റൊരു പേരുണ്ട് റെയർ ഗ്യാസ്. ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആണ്, 18 എലമെന്റ്സ് ആണ്, ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആണ് ഇവർ. അപ്പോൾ നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനേർട്ട് ഗ്യാസ്, റെയർ ഗ്യാസ് ഇവർ ഇങ്ങനെയൊക്കെ പേര് വരാൻ കാരണം ഒന്ന്, ഹീലിയം ഒഴികെയുള്ള ബാക്കി ഗ്യാസുകളെല്ലാം നമ്മുടെ എർത്തിൽ വളരെ എമൗണ്ട് കുറവാണ്. ഹീലിയം ഒഴികെയുള്ള ബാക്കിയെല്ലാം, ഹീലിയം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറുകളിലെയും പ്ലാനറ്റുകളിലേക്കുള്ള മെയിൻ കോമ്പണൻ്റ് ആണ്. ഹീലിയം നല്ല അളവിൽ കാണാറുണ്ട്. ബാക്കി എലമെൻറ്റ്സ് എല്ലാം തന്നെ വളരെ റെയർ ആയിട്ടാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത്. ഗ്രൂപ്പ് 18 ആണ് വരുന്നത്. ഗ്രൂപ്പ് 18 വരുമ്പോൾ എല്ലാ ആൾക്കാരും തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. ഗ്രൂപ്പ് 18 എല്ലാ ആൾക്കാരും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. ഇവർക്കെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ഷെല്ലുകളാണ് ഉണ്ടാവുക. കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ഷെല്ല്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും. ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഇവർ പൊതുവിൽ റിയാക്ഷൻസിലൊന്നും തന്നെ ഒരു എലമെൻസും പങ്കെടുക്കാറില്ല. എലമെൻറ്റ്സ് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത് അവരുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇവർ റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ വെരി ലെസ് റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി വളരെ കുറവാണ്, ഓൾമോസ്റ്റ് 0 ആണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് എപ്പോഴും ഒരു ആറ്റം സ്റ്റേബിൾ ആവുക. അപ്പോൾ 8 ഇലക്ട്രോൺസ് ആണുള്ളത് റെയർ ഗ്യാസുകൾക്ക്. ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിയത്തിന് അറ്റോമിക് നമ്പർ 2 ആണ്. 2 ഇലക്ട്രോൺസേ ഉള്ളൂ വാലൻസ് ഷെല്ലിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇനേർട്ട് ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹീലിയം അറ്റോമിക് നമ്പർ 2, നിയോൺ അറ്റോമിക് നമ്പർ 10, ആർഗൺ അറ്റോമിക് നമ്പർ 18, ക്രിപ്റ്റൺ അറ്റോമിക് നമ്പർ 36, സെനൺ അറ്റോമിക് നമ്പർ 54, റാഡൺ 86. ഓർത്ത് വയ്ക്കുക, ഹീലിയം അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18, ക്രിപ്റ്റൺ 36, സെനോൺ 54, റാഡൺ 86. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ പഠിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇസ് 285. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആൻ എലമെൻറ്റ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 285 ആണ്. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ പേര് എന്താണ്? ആ എലമെൻറ്റിൻ്റെ പേരെന്താണ്? 285 എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 15 ആണ്. അറ്റോമിക് നമ്പർ 15 എന്ന് പറയുന്നത് ആരാണ്? ഫോസ്ഫറസ് ആണ്. അറ്റോമിക് നമ്പർ 15 ഫോസ്ഫറസ് ആണ്. ഓക്കെ, ജസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടെ അറ്റോമിക് നമ്പർ നമുക്കൊന്ന് നോക്കാം. ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, മഗ്നീഷ്യം 12. ഓക്കെ, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, മഗ്നീഷ്യം 12. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് അതും കൂടെ നോക്കി വെക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടെ വലിയ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഡാഷ് കണ്ടെയ്ൻസ് 1 to 3 ഇലക്ട്രോൺസ്. 1 മുതൽ 3 വരെ ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത് ആർക്കാണ്? നോൺ മെറ്റൽസ്, മെറ്റൽസ്, ഹാലജൻസ്, മെറ്റലോയിഡ്സ്. അപ്പോൾ നമ്മൾ നോക്കുക, മെറ്റൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് വിളിക്കുക. അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 to 3 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരുക. ഇനി നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവരായിരിക്കും. അവർക്ക് വാലൻസ് ഷെല്ലിൽ 7, 8, 6, 7, 8 ഇലക്ട്രോൺസ് വരെയാണ്. 8 ഉണ്ടാവാറില്ല, 6, 7 ഇലക്ട്രോൺസ് ഒക്കെയാണ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ സ്റ്റേബിൾ ആണ്. നോർമലി അവർ ഇനേർട്ട് ഗ്യാസുകളായിരിക്കും. ഹാലജൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഇത്രയും ആൾക്കാരാണ് ഹാലജൻസിൽ വരിക. അടുത്ത മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെയും അതുപോലെ തന്നെ നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുക. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റലോയിഡ്സ്. ഓക്കെ,
ഇന്നത്തെ സെഷൻ നമ്മൾ കവർ ചെയ്തു. ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസോളം ആയിട്ടുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോ സെഷനിൽ തന്നെ നമുക്ക് 30-35 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബേസൊക്കെ ക്ലിയർ ആയിട്ട് അറിയണം. മാത്രമല്ല ഇവിടെ നിന്നും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ അറിയാമെന്ന് പറഞ്ഞ് വിട്ടാലും കുറച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക, നല്ലോണം പഠിക്കുക. ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ടൈം, ബൈ.